വീണ്ടും നമ്മൾ അമ്പലത്തേക്ക് പോയി. എന്താണെന്നല്ലേ, നല്ല കസവിൻ്റെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തേക്ക് പോയി. അമ്പലത്തിൽ ഒരു പായസമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്ഥിരമായിട്ട് പിറന്നാൾ ദിവസങ്ങളിൽ നമ്മൾ പായസം കഴിപ്പിക്കാറുള്ളതാട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയി കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നല്ല ക്യൂട്ട് വീഡിയോസൊക്കെ കിട്ടിയിട്ടോ നീരവൻ്റെ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വേഗം പോകാൻ നിൽക്കാറുന്നേ. പായസം വെക്കാൻ പാലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വേഗം കടയിലേക്കൊന്ന് കയറണമായിരുന്നു. അപ്പോൾ പാലട പ്രഥമൻ ഉണ്ടാക്കാനായിരുന്നേ. പിന്നെ മിഠായിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ, മേടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ എല്ലാ കൂട്ടങ്ങളും കൂടിയിട്ട് രാവിലെ എണീറ്റിട്ട് കുറച്ച് പണികൾ നേരത്തെ തീർത്തിട്ടുണ്ടായിരുന്നു. ചോറും പിന്നെ സാമ്പാറിൻ്റെ ഇത്തിരി പരിപാടി, ക്യാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ബാക്കി കുറച്ച് പണികൾ തീർക്കാണ്ടായിരുന്നു. അപ്പോഴേക്കും നീരവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിച്ചു, നിയ, സിമി, നൗഫ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും കൂടി ഇലയിൽ ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. കുഴപ്പമില്ലാത്ത വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിയൽ, പിന്നെ മത്തങ്ങയും പയറും വെച്ച് എലിശ്ശേരിയോ, സാമ്പാർ, അച്ചാർ, പപ്പടം, ചോറ്, അങ്ങനെ കുറച്ച് കുഴപ്പമില്ലാത്ത തരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നമ്മുടെ നീരവൻ്റെ ബർത്ത്ഡേ ഇപ്രാവശ്യം നമ്മൾ അടിച്ചു പൊളിച്ചു. നീരവൻ്റെ കൂട്ടുകാരും സനേഷേട്ടൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക്. സാരില്ല, ഇപ്രാവശ്യം എന്തായാലും അവൻ്റെ കൂട്ടുകാരായിട്ട് പോട്ടെ. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഒരു പായസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.